സി കേരളം പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അകലെ സീരിയലിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ്. അകലെ അധ്യായം 2 പ്രൊമോ പുറത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. ഇത്തരം അധ്യായം 2 എന്ന പ്രയോഗം മലയാളം സീരിയലുകളിൽ സാധാരണയായിട്ട് ടൈം ലീപ്പ്, പുതിയ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കഥയിലെ വലിയ വഴിത്തിരിവ് സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. പ്രൊമോയിൽ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ കാര്യം രാജുവിൻ്റെ മാറ്റമാണ്. ഒരിക്കൽ സാധാരണക്കാരനായിരുന്ന രാജു ഇപ്പോൾ ആഡംബര കാറും സ്റ്റൈലിഷ് ലുക്കും ഒക്കെയായി ഒരു വലിയ ബിസിനസ്മാനായി തീർന്നിരിക്കുകയാണ്. ഇത്ര വലിയ മാറ്റത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? രാജുവിന് ഇത്രയും വലിയ സമ്പത്ത് എങ്ങനെ ലഭിച്ചു? അതിനും വലിയ ഞെട്ടൽ ഋതികയുടെ ജീവിതത്തിലാണ്. ഒരു കാലത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അവൾക്ക് ഇപ്പോൾ ഒരു ചെറിയ തയ്യൽ ഷോപ്പിൽ ജീവനക്കാരിയായി ജോലി ചെയ്യുകയാണ്. അങ്ങനെ പ്രൊമോ കണ്ടതിന് ശേഷം ഏറ്റവും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, വീണ്ടും കണ്ടുമുട്ടുന്ന രാജുവിന്റെ ഋതികയുടെ സ്നേഹം ഒന്നിക്കുമോ, അല്ലെങ്കിൽ അവരുടെ കൂടിക്കാഴ്ച പുതിയ പോരാട്ടത്തിന്റെ തുടക്കമോ? അതുപോലെ തന്നെ അകലെ 2-ലെ പുതിയ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ പഴയ കഥാപാത്രങ്ങളുടെ മാറിയ ജീവിതമാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ പോകുന്നത്. രാജുവിന്റെ വിജയത്തിന് പിന്നിലെ സത്യം, ഋതികയുടെ നഷ്ടമായ ജീവിതം തിരികെ കിട്ടുമോ, ഇവർ വീണ്ടും ഒന്നിക്കുമോ? ഈ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാൻ വ്യാഴാഴ്ച വൈകുന്നേരം 6:30 സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന അകലെ അധ്യായം 2 കാണാൻ മറക്കല്ലേ. അകലെ അധ്യായം 2-നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാജുവും ഋതികയും ഒന്നിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കമന്റിലൂടെ അറിയിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.